ഫിസിക്കലി ഏതൊരു മെറ്റീരിയലും എലാസ്റ്റിക് ബിഹേവിയർ ആയിട്ടും പ്ലാസ്റ്റിക് ബിഹേവിയർ ആയിട്ടും ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സോളിഡ് എടുത്ത് അതിൽ ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലുണ്ടാകുന്ന മോളിക്യൂൾസിന്റെ പൊസിഷനിൽ ചേഞ്ച് വന്ന് അവർ തിരിച്ച് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഓക്കെ, ആ ഒരു സ്റ്റേജ് ആണ് 0 മുതൽ എ വരെ റെപ്രസെന്റ് ചെയ്യുന്നത്. അഥവാ എക്ക് ശേഷം നമ്മൾ ഫോഴ്സ് കൊടുത്താലും അവർ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ സ്റ്റേജാണ് എ ടു ബി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ എന്ന് പറഞ്ഞ പോയിന്റിനെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നു. കൃത്യമായിട്ട് ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന റീജിയൻ ആണ് 0 ടു എ. ബി എന്ന് പറഞ്ഞ പോയിന്റിനെ ദാറ്റ് ഈസ് എലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് ലിമിറ്റ് എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റീജിയൻ മാറി അവർ പ്ലാസ്റ്റിക് റീജിയനിലേക്ക് മാറുന്നു. പിന്നെ അവർക്ക് മോളിക്യൂൾസുകൾക്ക് തിരിച്ച് അവരുടെ പഴയ പൊസിഷനിലേക്ക് വരാൻ സാധിക്കാൻ പറ്റാതെയാവും. എഗെയിൻ പിന്നെയും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവസാനം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ ഒരു മെറ്റീരിയൽ പൊട്ടിപ്പോകുന്നതായിട്ട് കാണുന്നു. ദാറ്റ് പോയിന്റ് ആണ് ഫ്രാക്ചർ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ 2 റീജിയൻ ഉണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ്, മറ്റൊന്ന് എലാസ്റ്റിക് ബിഹേവിയർ.